ഞാപ്പോ എന്തോടെ ഇന്ന് പണിക്കൊക്കെ പോയിക്കണല്ലോ. അതെ ഇമ്മ പറഞ്ഞ് എന്താണ് വല്ല പണിക്കൊക്കെ പോയിക്കോ. ആൾക്കാര് പറയണ്ട അത്ര കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോ ചെക്കന് പണിയില്ലാന്നത്ര പറഞ്ഞത്. എന്നിട്ട് അപ്പൊ പണിക്ക് പോകണോ? അപ്പൊ ഇക്ക് മഴ പണിക്കാതെ അടിച്ച പെണ്ണിന് തന്നെ മതി പറഞ്ഞു. അപ്പൊ ആ പെണ്ണിന് ഡോക്ടറെ മതി പറഞ്ഞില്ലേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു ഈ പണിക്ക് പോയിട്ട് കായൊക്കെ ഉണ്ടാക്കിക്കോ, എന്നിട്ട് ഡോക്ടർ ആവാ പഠിച്ചിട്ട്. അപ്പൊ ആ പെണ്ണിനെ കിട്ടൂന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വേദന, ഓരോ വേദന മോനെ. ഞാൻ രാവിലെ വന്നിട്ട് ഞാൻ ഇപ്പൊ ആ പാടത്ത് നോക്കുമ്പോ അജ്ജനത് സംശയത്തിന്റെ പേരിൽ വന്നാണ്. ഇവിടെ എത്തിയപ്പോൾ അജ്ജാന്ന് മനസ്സിലായത്. സംശയിക്കണത് അല്ല ഇജ്ജന്നെ ആണോന്നുള്ളതേ. കരയണുണ്ട്, കരയണ സൗണ്ട് അങ്ങോട്ട് കേക്കാണ്ട്. ഇനി കൊറേ ഇത് കഴിഞ്ഞിട്ട് തേങ്ങ കുറച്ച് കൂട്ടാൻ പറഞ്ഞല്ലേ. ഇത് ഓരോ വല്യമ്മ വന്നിക്കണു സത്താന്റെ. അത് എന്നോട് പറയാളെ ഇത് കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു വരണോ. കുട്ടികളെ മക്കളൊക്കെ വർത്താണ്ടല്ലോ, എല്ലാരും വന്നോ. ഇന്നെ കണ്ടിക്കണല്ലേ. പിന്നൊക്കെ ഒരു പ്രതീക്ഷ ചോറൊക്കെ ഉണ്ട്. കുടുംബക്കാരൊക്കെ വന്ന കാരണം ബിരിയാണിയൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴൊന്നും കഴിക്കൂല. ബിരിയാണി തിന്നിട്ടേ പോവുള്ളൂ. സൂത്രം എങ്ങനെ ഉണ്ട്? ഞാനേ തേങ്ങ മെല്ലെ മെല്ലെ കൊണ്ടുവിടുള്ളൂ. ഇതൊക്കെ ഒറ്റ കൂടുന്ന അന്നെ സമ്മതിക്കണം. എന്നാലും പണിക്കോണ്ടല്ലോ. പിന്നെ അതല്ല കുഞ്ഞാപ്പോ ഉമ്മ മറ്റേ പെണ്ണിനെ കല്യാണം കഴിച്ചാ അറിഞ്ഞ അതന്നെ പറഞ്ഞത്. എന്നോട് പണിയെടുത്തിട്ട് പഠിച്ചിട്ട് ഡോക്ടർ ആവാന്ന്. ഡോക്ടർ ആയിട്ട് പെണ്ണിന് ഡോക്ടറല്ലേ പറ്റുള്ളൂ. എഞ്ചിനീയർ ആയാലും കുഴപ്പമില്ല അറിഞ്ഞെന്ന്. എഞ്ചിനീയർ ആയാലും മതിയാ. അപ്പൊ ആദ്യം ഡോക്ടറായിട്ട് പിന്നെ എഞ്ചിനീയർ ആവല്ലേ. ആ പെണ്ണിന് ഞാനും കൂടി അന്നോട് പറയണേ, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആ പെണ്ണും ഞങ്ങൾ ഇന്നാള് പോയില്ലേ കസബ പാലസ്, അവിടൊക്കെ പോയിരിക്കും. ടൂർ പോകും അല്ലെ? അത് എവിടെയാണ് കുഞ്ഞാപ്പോ? അപ്പൊ എനിക്കറിയില്ലേ വാണിയമ്പലം, കസബ പാലസ്, റിസോർട്ട്. അപ്പൊ ഞാൻ ആ പെണ്ണിനെ കേട്ടുണ്ട്. പോയിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും ആ പാർക്കിലൊക്കെ അണിമോളിലാണ്ട് പോവല്ലേ. ഞാൻ പാന്റ് ഇടും, ഓള് ചുരിദാർ ഇടും. നല്ല രസം. എല്ലാം കുഞ്ഞാപ്പോ ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലല്ലേ ഇപ്പൊ നടക്കുള്ളൂ. കല്യാണം കഴിയാലോ ഇപ്പഴത്തെ അടുത്ത് നടക്കുവോ? ഡോക്ടർ ആവലൊക്കെ? ഡോക്ടർ മതി എന്നല്ലേ അറിയണത്. അപ്പൊ ഞാൻ ഡോക്ടർ ആവുമല്ലോ പഠിച്ചാല്. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോവും. നമ്മളെയും വിളിക്കുവോ? പോവും, മുത്തമാട പോവും. ഞങ്ങൾ എന്നിട്ട് മുത്തമാട പോയിട്ട് അവിടെ 2 ദിവസം നോക്കും ഞാനും പെണ്ണും. മുത്തമാട അവിടെ പോയല്ലേ, ആ പോയതിന്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ ഇരിക്കും. ഞാൻ പെണ്ണിനെ കൂടെ പാടിപ്പിക്കും, ഞാൻ ഡാൻസ് കളിക്കും. അതൊക്കെ പാടിക്കൂലേ? അല്ലെങ്കിൽ പെണ്ണ് ഡാൻസ് കളിക്കുമ്പോ ഞാൻ പാടും. അങ്ങനെ ഞങ്ങള് രണ്ടാളും ഇങ്ങനെ നടക്കൂട്ടാ. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. അതിനെന്നെ തീരുമാനിച്ചല്ലേ? പിന്നെ കണ്ടിരുന്നാ? പിന്നെ കണ്ടിട്ടില്ല. ഇമ്മ നോണ അറിയാണ്. എന്താണ് ആ പെണ്ണ് ആദ്യം പറഞ്ഞു ഇമ്മ പെണ്ണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. പെണ്ണ് വന്നിട്ട് അടിച്ചു ഓടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇമ്മ നോണ അറിയാവും. എല്ലാം പറയാൻ പറ്റൂല. കുഞ്ഞാപ്പൂ പെണ്ണ് ഇനി അടിച്ചു ഓടിക്കൂലല്ലോ. പെണ്ണ് ഞാൻ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇന്നെ അടിച്ചു കൊണ്ടിരിക്കൂലല്ലോ. അല്ല അപ്പൊ പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും ആണെന്ന് വേറെ കാര്യമുണ്ട്. നല്ല ഹൈറ്റും വെയിറ്റും ഞാനുണ്ടല്ലോ നല്ല ഏകലുള്ള ചെരുപ്പ് ഇട്ടാ മതി. പിന്നെ എന്താണ് ഞങ്ങള് പ്രകാശത്തെ സുന്ദരനാണെന്നും പറഞ്ഞിരിക്കണേ. എപ്പോഴും പറയല്ലോ ആരോട് ഇന്റെ മോനെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. അപ്പൊ ഞാൻ പ്രകാശത്തെ പറഞ്ഞിങ്ങനെ ആദ്യരാത്രി ഉണ്ടാവൂലേ, അന്ന് ആ പെണ്ണ് പാലിട്ട് വരും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വരുമ്പോ ആ പാല് ഞാൻ ആദ്യം കുടിക്കും. കൊടുക്കൂല, കുറച്ച് കൊടുക്കുള്ളൂ. ഞങ്ങൾ കഥ പറഞ്ഞിരിക്കും. നല്ല രസമാവും. ഒന്നാകടുത്ത് പുറത്തേക്ക് ഇടണു പോയിക്കോ അന്നെ അങ്ങനെ എടുത്തിട്ടേ വലിച്ചേർന്ന് പോയിക്കോ. ഞങ്ങള് ഇമ്മാനേക്കാരും പുറത്തേക്ക് ഹണിമോളിൽ പോവാന്നല്ലേ പറഞ്ഞ. ഉമ്മ അവിടെ ഉണ്ടാവില്ലല്ലോ. ഇമ്മ അവിടെ ഉണ്ടാവില്ലല്ലേ. അങ്ങനൊക്കെ ഉണ്ട് മോനെ. ഓരോരോ സ്വപ്നങ്ങളും കിനാവും ഒക്കെ ഉണ്ട്. എന്നാ നടക്കാവോ? സ്വപ്നം കാണാൻ എത്ര വേണമെങ്കിലും കിട്ടണോ, കിട്ടുന്നുള്ള രീതിയിൽ കാണണോ, പ്രവർത്തിക്കും വേണോ. ഞാൻ പണിയെടുക്കട്ടാ. അല്ല പിന്നെ കഴിഞ്ഞ പണി കഴിഞ്ഞാ പണി കഴിഞ്ഞ് ഇനി അവിടെ
വല്യമ്മ കേക്കണ്ട ആ വല്യമ്മ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പുറന്ന് കുട്ടികളെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ഇറക്കാനേ പറഞ്ഞു. പിന്നെ കുട്ടികളെ സംസാരമൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ വെറുതെ ഉണ്ടാക്കട്ടെടാ. എന്ത് തിന്നായി ഇവിടെ നിന്ന് കിട്ടിയാ? കിട്ടിയിട്ടില്ല. എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. മണം കേൾക്കുന്നുണ്ട്. നാളെ തന്നെ പറ്റിച്ചിട്ടുണ്ട്. ഇനി പറ്റിക്കാൻ സമ്മതിക്കൂല. ആ ഞാന് എന്നോട് ഇടയ്ക്ക് വലിയ പറഞ്ഞ കയ്യാനായില്ലടാ, കയ്യാനായിടില്ല. ഞാൻ കേട്ടി എന്നോട് പറയാം വലിയ അറിയാലോ ചെക്കനെ ഇവിടെ ചോറിനാണ് നിർത്താണ്ടട്ടാ. വലിയ വർത്തമാനം പറയുന്നുണ്ട്. ആകെ 1 കിലോ 1.5 കിലോ വെച്ചിട്ടുണ്ട്. ആ ചെക്കനക്ക് തന്നെ 1 കിലോ വേണ്ടരും. എന്തെങ്കിലും പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചാളേന്ന്. ആ സൂത്രമൊന്നും വലിയ അവിടെ നടക്കൂല. ഈ കുഞ്ഞാപ്പൂൻ്റെ നടക്കൂല. ഞാൻ ഈ പണി ചോറ് കഴിക്കണ എടുക്കും. ആള് വലിയ കുഞ്ഞാപ്പനാണ്. പിന്നെ എന്നെ കാണണ്ട ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ കൂടി. ഞാൻ പോയിക്കോ.